റേഷൻ കടകൾ വഴി വിതരണം ചെയ്യേണ്ട അരിയിൽ തട്ടിപ്പ്. 4 വർഷം കൊണ്ട് 43 ലക്ഷം കിലോഗ്രാം അരിയാണ് കരിഞ്ചന്തക്കാർ തട്ടിയെടുത്തത്. എത്രയാണെന്നറിയാമോ? 43 ലക്ഷം കിലോഗ്രാം അരി. 2021 ജൂൺ മുതൽ 2025 ഓഗസ്റ്റ് മാസം 15-ാം തീയതി വരെ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തൽ. വാതിൽപ്പടി വിതരണത്തിന് റേഷൻ കടകളിൽ എത്തേണ്ട അരികളിലാണ് തട്ടിപ്പ് നടന്നത്. സ്റ്റോക്ക് വരവ് അതത് ദിവസം രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെയാണ് ഉദ്യോഗസ്ഥർ ഈ ക്രമക്കേട് നടത്തിയത്. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, പുറത്തു വരുന്നത് ഒരു വലിയ തട്ടിപ്പാണ്. നമ്മൾ ഈ കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു ഇവിടെ. ഒന്നും രണ്ടുമല്ല, 43 ലക്ഷം കിലോഗ്രാം പാവപ്പെട്ട മനുഷ്യരുടെ അരിയാണ് തട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇതാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത് അരുൺ? അരുൺ, ഗുഡ് മോർണിംഗ്. നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല ഘട്ടങ്ങളിലായിട്ട് ഈ അരിക്കടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇപ്പോൾ 4 വർഷത്തെ ഈ തട്ടിപ്പ് നടത്തിയതിന്റെ മുഴുവൻ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2021 ജൂൺ മാസം മുതൽ 2025 ഈ വർഷം ഓഗസ്റ്റ് മാസം 15 തീയതി വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിൽ 43 ലക്ഷം കിലോഗ്രാം അരിയാണ് നിലവിൽ കരിഞ്ചന്തക്കാർ തട്ടിയെടുത്തത്. ഇതിൽ പ്രധാനമായും പങ്കുവഹിച്ചിരിക്കുന്നത് നിലവിൽ റേഷൻ കടകളിലെ ഉദ്യോഗസ്ഥരുണ്ട്. അതിന് പുറമെ കരാറുകാരും ചേർന്ന് നടത്തിയ ഈ തട്ടിപ്പാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, FCയുടെ ഗോഡൌണുകളിൽ നിന്ന് വരുന്ന അരി വാതിൽപ്പടി വിതരണം വഴി റേഷൻ കടകളിൽ എത്തേണ്ട അരിയാണ്. ഈ അരിയിൽ ഒരു ലോഡിൽ വരുന്നത് 205 ചാക്കുകളാണ്. അതായത് ചില ചാക്കുകളിൽ അരിയുടെ അളവ് തൂക്കം കുറവായിരിക്കും. അതായത് ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരി വരുമ്പോൾ അത് റേഷൻ കടകളിൽ എത്തുമ്പോൾ 47ഉം 46ഉം കിലോഗ്രാം അരി മാത്രമാണ് റേഷൻ കടകളിൽ എത്തുക. അതായത് റേഷൻ കടകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ ഇടനിലക്കാരിൽ നിൽക്കുന്ന പല ഉദ്യോഗസ്ഥരുടെയും അറിവോടുകൂടി തന്നെ പലരും ഈ ചാക്കുകൾ കുത്തി തുറന്ന് അരി മോഷ്ടിച്ച് കടത്തുന്ന രീതിയാണ് നിലവിൽ ഈ കരിഞ്ചന്തക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന് കരിഞ്ചന്തക്കാരെ സഹായിക്കുന്നത് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളവരുണ്ട്, റേഷൻ കടകളിൽ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട്, ഉടമകളുണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ നടത്തിയ പരിശോധനകൾ, അതിൽ പ്രധാനമായും സപ്ലൈകോയുടെ വിജിലൻസ് വിഭാഗവും ജില്ലാ സിവിൽ സപ്ലൈസിന്റെ ഉദ്യോഗസ്ഥരും ഈ കഴിഞ്ഞ 4 വർഷവും നടത്തിയ പരിശോധനയിൽ വിവിധ റെയ്ഡുകളിലായിട്ട് 75,000 കിലോഗ്രാം അരി ഗോഡൌണിൽ നിന്നും മാത്രം പിടിച്ചിട്ടുണ്ട്. അതിന് പുറമെ 1 ലക്ഷത്തിന് മുകളിൽ അരി ഇപ്പോൾ ഈ ഗോഡൌണിൽ നിന്ന് കടത്തി കൊണ്ടുപോകുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൊല്ലം ഭാഗത്തും അതുപോലെ തന്നെ തിരുവനന്തപുരം, പാറശാല, കളിയിക്കവള ഈ ഭാഗങ്ങൾ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നാണ് പ്രധാനമായും അരിക്കടത്ത് പിടിച്ചു വരുന്നത്.